എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ നഗരത്തിൻ്റെ മനോഹരമായ ചില വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തൃശ്ശൂർ നഗരം ഇത്രയും സുന്ദരമായി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നിടുമ്പോഴും ഇന്നലെ രാത്രി ഞായറാഴ്ച രാത്രി 12:30-ക്ക് ശേഷമുള്ള വിഷ്വലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ചില വ്യക്തികൾ നഗരത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവർ എടുത്ത് പകർത്തിയ ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു തന്നതാണ്. അതായത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ പോലും എന്താണ് ശ്രദ്ധിക്കാത്തത് എന്ന രീതിയിൽ നമുക്ക് അയച്ചെന്ന ദൃശ്യങ്ങൾ നമുക്കൊരിക്കലും അത് തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇത്രയും സുന്ദരമായ ഒരു നഗരം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. കാരണം 24 മണിക്കൂർ പിന്നിട്ടിട്ടും തൃശ്ശൂർ റൗണ്ട് പൂരം കഴിഞ്ഞ് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാൻ, വേസ്റ്റുകളെങ്കിലും മാറ്റിക്കളയാനോ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള രീതിയിൽ വൃത്തിയാക്കൽ ആരംഭിക്കാനോ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നവർ തേക്കിൻകാട് മൈതാനം വൃത്തിയാക്കൽ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതേസമയം പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ വഴി, പബ്ലിക് സ്ഥിരമായി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ നാറിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഒരുപക്ഷെ ജോലിക്കാർ കുറവായിരിക്കാം, എണ്ണം കുറവായിരിക്കാം എന്നുള്ള തട്ടിപ്പ് ന്യായങ്ങൾ കോർപ്പറേഷനും ബന്ധപ്പെട്ടവർക്കും പറയാനുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും ഇതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഒരു വലിയ ഉത്സവം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഒഴിവാക്കി നല്ല വൃത്തിയുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ ഇതെല്ലാം സഹിച്ചുകൊള്ളും, ജനങ്ങൾ സഹിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാൻ കഴിയുന്നതല്ല. സാധാരണക്കാർ തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. കുറുപ്പം റോഡിൻ്റെ ഒരു വലിയ ഭാഗം മുഴുവൻ, അതുപോലെ റൗണ്ടിൽ ഉള്ള മിക്ക പ്രദേശങ്ങളും ഇതുപോലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. നാറിയിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്, സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടും ഇത് വൃത്തിയാക്കാൻ ഒരിക്കലും വൈകിക്കൂടാ എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയും സമയം ഇത് ലാഗ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും സമയം വൈകിപ്പോയത് എന്തുകൊണ്ടാണ് എന്ന് കോർപ്പറേഷൻ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ജനങ്ങൾ ഇതെല്ലാം സഹിച്ച് യാത്ര ചെയ്തുകൊള്ളും എന്നുള്ള ചിന്ത ഒരിക്കലും വെച്ചു ഉറപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇത്രയും ജനങ്ങളെ കഴുതകളാക്കിക്കൊണ്ട് ചെയ്യുന്ന ഇത്തരം നടപടികൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും ഒരു പാർട്ടിക്കാരെയോ മറ്റ് എതിർപ്പ് കക്ഷികളെയോ മറ്റ് സാംസ്കാരിക സംഘടനകളെയോ കാണുന്നില്ല എന്നതും ഏറെ ദുഃഖകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, പരമാവധി ഷെയർ ചെയ്യുക. തൃശ്ശൂർ നഗരത്തിൻ്റെ ആ ഭംഗി, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തം എല്ലാവരും കാണട്ടെ.